പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാസുരസുരെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പങ്ക്തിയിൽ, അതായത് അവർ ഡെയിലി ബ്രെഡ്, അതിന് വേണ്ട ആഹാരം, നമുക്കറിയാം വചനമാണ് ആഹാരമെന്നറിയാം. കൃപാസനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ പാചകം ചെയ്യും. വചനം ഒരു റോ റൈസാണെന്ന് വിചാരിച്ചു, അരിയാണ്. വചനം വിത്തെന്ന് പറഞ്ഞാലും അരിയെന്ന് പറഞ്ഞാലും റോയാണത്. അതിനെന്താ ചെയ്യണത്? അതിനെ നമ്മൾ വേവിച്ച് ചോറാക്കി അതിൻ്റെ കൂടെ കറിയൊക്കെ ചേർത്ത് വിളമ്പുമ്പോഴാണത് രുചികരമായ ആഹാരമായിട്ട് മാറുകയും അത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വചനത്തിൻ്റെ ഒരു പാചകവിധിയാണ് നമ്മൾ പലപ്പോഴും ഡെയിലി ബ്രെഡിൽ കാണുന്നത്. ഇപ്പോൾ ഡെയിലി ബ്രെഡല്ലേ ഇത്, അതുകൊണ്ട് ആഹാരം. അപ്പം അരി അങ്ങനെ തന്നെ തിന്നാൻ പറ്റത്തില്ലല്ലോ, അത് ആഹാരമാകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് വചനത്തെ ബോയിൽ ചെയ്ത് തിന്നാവുന്ന പരുവത്തിലാക്കും. അതെല്ലാവർക്കും തിന്നാം. ഇപ്പം PhD ഡോക്ടറും സയൻറ്റിസ്റ്റും ചോറ് തിന്നാൻ പറ്റും. അതുപോലെ തന്നെ വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവർക്കും ചോറ് ആഹാരമാകും. അപ്പം അത് ആ രീതിയിലാണ് വചനത്തെ. ചോറ് എല്ലാവർക്കും പ്രാപ്യമല്ല, എല്ലാവർക്കും ദഹിക്കുന്നതാണ്, എല്ലാവർക്കും ആരോഗ്യപ്രദമാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ള ശാസ്ത്രീയ വിഷയത്തെയൊക്കെ വിട്, നമ്മളൊരു അന്നു വേണ്ട ആഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൻ്റെ വചന വ്യാഖ്യാന വരങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത് അനുദിന മനുഷ്യന്മാരുടെ ജീവിതത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യണത്. ഒരു പ്രബുദ്ധ സദസ്സിൽ അക്കാഡമിക് സൊസൈറ്റിയിലേക്കല്ല അത് കൊടുക്കണത്. അക്കാഡമിഷ്യൻസൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അത്രയ്ക്ക് ദഹിക്കത്തില്ല. കാര്യം അവർ സാങ്കേതിക ശാസ്ത്രപ്രകാരമാണ് വചനത്തെ അനലൈസ് ചെയ്യണത്. പക്ഷേ സാധാരണ മനുഷ്യന് അതിൻ്റെ ഒരാവശ്യമില്ല. ശരിക്കും സാധാരണ മനുഷ്യന് അവൻ്റെ ജീവിതത്തോട് ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, വചനം പ്രതികരിക്കുന്നു. അതാണ് എൻ്റെ പ്രസംഗമൊക്കെ ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫായിരുന്നു. പ്രസംഗം കഴിയുമ്പോൾ ആൾക്കാർ പറയും ഒന്നും മനസ്സിലായില്ല അച്ഛാന്ന് പറയും. കാര്യം അത് ഈ പൗലോസപ്പോസിൻ്റെ പൊട്ടിപ്പോയ പ്രസംഗം പോലെ നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ട് അത് തോൽവിയായിപ്പോയില്ലേ, അതുപോലെ ലോകതോൽവിയായിരുന്നു ശരിക്കും. അവസാനം ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് നിന്നെ കേൾക്കാമെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് പൗലോസിനോട്. അപ്പോൾ ഒരു ഫ്രൂട്ട്സും ഇല്ല, മാനസാന്തരവും ഇല്ല. പൗലോസിന് ഭയങ്കര സങ്കടമായി. ആദ്യം പൗലോസ് പറഞ്ഞത് സാങ്കേതികമായിട്ട് സാംസ്കാരികമായിട്ട് സാഹിത്യപരമായിട്ട് കൂടി സംസാരിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:23. ഞാൻ ഇതിലെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവന് എന്നെഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചിട്ട് അജ്ഞാത ദേവൻ ക്രിസ്തുവാണെന്ന് ലോജിക്കലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ക്രിസ്തുവിനെ ഒരു റാഷണലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. കാര്യം ഏതൻസിലെ ജനങ്ങളെന്ന് പറയുന്നത് എപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്.
അപ്പോസ്തല പ്രവർത്തനം 17:21. എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സൊസൈറ്റിയാണ്. പുതിയ പുതിയ ആൾക്കാർ വന്ന് അവർക്കൊരു ആശയങ്ങൾ വരുമ്പോൾ അത് വന്ന് പബ്ലിക്കായിട്ടത് പറയും. ഒരു പീഡമുണ്ടാകും. അവിടെ പ്രസംഗിക്കാൻ പൗലോസിന് ചാൻസ് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഈ വിഷയം വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താണ് ഈ വിഷയം പറയണത്. അദ്ദേഹം അവരുടെ കവികളുടെയൊക്കെ സാഹിത്യ പുസ്തകങ്ങളൊക്കെ വായിച്ച് കർത്താവിനെ അവതരിപ്പിക്കാൻ വേണ്ടി. അതാണ് പുള്ളി പറയുന്നത്, നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:28. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വയലാറും വയലുക്കുറിപ്പും ഒക്കെ നമ്മുടെ അത്താറകൾ കോട്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ തന്നെ ഒരു പൗളിയൻ വെർഷനാണത്. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അവസാനം പുള്ളി പ്രഭാഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര കണ്ണീരാകും. കർത്താവേ, ഞാൻ എന്ത് സംസ്കാരവും വൈജ്ഞാനികവും പ്രബോധനപരമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നിന്നെ അങ്ങോട്ട് കൈമാറാൻ പറ്റണില്ലല്ലോ എന്ന് ഈ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിടും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നീ നിൻ്റെ വൈജ്ഞാനിക പ്രബുദ്ധത ജനങ്ങളുടെ മേൽ വിളമ്പുന്നതിന് പകരം എന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ കറക്റ്റ് കാര്യം പറയും. പൗലോസ് പിന്നെ പറയാൻ തുടങ്ങുകയെന്ന് വെച്ചാൽ ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു. കണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നത് സാഹിത്യവും സംസ്കാരവും പാണ്ഡിത്യവും ഒന്നുമല്ല, തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അതാണ് അവിടെയാണ് പൗലോസ് ലാൻഡ് ചെയ്യേണ്ടത്. കറക്റ്റ് വന്ന് പ്രഭാഷണങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം എന്താണ് ഉദ്ദേശിക്കണത്, ഈ യുഗത്തോട് ക്രിസ്തുവിലൂടെ ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിക്കണത്, അതാണ് പറയേണ്ടത്. അല്ല വല്ലതും എഴുതി ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞ് അതുകൊണ്ടുവന്ന് ആൾക്കാരെ ഛർദ്ദിക്കേണ്ട ഒരു കഥയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പാടി നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ പാടി നടന്നവന്മാരുടെ സാഹിത്യത്തിന് നമ്മളിങ്ങനെ ഓശാന പാടുകയും ഫാൻ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് വി മസ്റ്റ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ല പ്രശ്നം. ദൈവത്തിൻ്റെ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പൗലോസ് പ്ലേറ്റ് മറച്ചു വെച്ച് എന്താ പറയണത്, 1:22-23 യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷി ലാൻഡ് ചെയ്യണ കണ്ടില്ലേ താഴേക്ക്, യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു എന്നുള്ള കാരണം അതുകൊണ്ട് വൈജ്ഞാനികമായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കാമെന്നാണ് പൗലോസ് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കവികളും അൺനോൺ ഗോഡ് എന്ന് പറയണത്. വളരെ വൈജ്ഞാനികമായിട്ട് അവതരിപ്പിക്കണത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ കാര്യം, അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അറിവുണ്ടോ, ഞാൻ പ്രബുദ്ധനാണോ, എനിക്ക് സാഹിത്യം അറിയാമോ, പാട്ടറിയാമോ എന്നൊന്നും അല്ല പ്രശ്നം. എൻ്റെ കയ്യിലുള്ള ഈ ചരക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റിയതാണോ, അതാണ് വിഷയം. സഭയുടെ പ്രഭാഷകന്മാർക്ക് ചിലർക്കെങ്കിലും പറ്റുന്ന ഒരു അബദ്ധം, അവരുടെ പ്രഭാഷണത്തിലെ കണ്ടൻറ്റിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റണില്ല. അത് അതുകൊണ്ട് എന്താണ്, ക്രിസ്തുവിലെ ഇതിനെ ജനം തിരിച്ചറിയുകയോ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കാൻ തയ്യാറാകുകയില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കാര്യങ്ങൾ അപകടം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യം ചിലക്കത് പോഷത്വമായിട്ട് തോന്നും. നമ്മൾ പറയുന്ന കാര്യം ചിലർക്ക് ഇടർച്ചയായിട്ട് തോന്നും. ഈ അച്ഛൻ്റെക്ക് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ നമ്മൾ പറയുന്ന കാര്യം. പക്ഷേ ചിലപ്പോൾ ചിലർക്ക് പോഷത്വവും ചിലർക്ക് ഇടർച്ചയായി പോകുന്നു. പക്ഷേ എന്താണ്, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ മാറാൻ പാടില്ല. കാര്യം നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. അപ്പോൾ പ്രമേയം എന്ന് പറയണത്, നമ്മൾ എന്താണ് നാടകത്തിൽ ഒരു പ്രോംഡർ, അതായത് നമ്മൾ നാടകം നടത്തുമ്പോൾ ചില സമയത്ത് ആ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പ്രോംപ്റ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് ഈ കഥാപാത്രം പറയേണ്ടത്. അവിടെ നമ്മൾ കഥാപാത്രം മാത്രമാണ്.
എന്താണ് ബാക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരണത്, സഭ എന്ത് പഠിപ്പിക്കുന്നു അതാണ് ഇയാൾ പറയേണ്ടത്. അല്ലാതെ അവിടെ ഒന്ന് നോക്കി ഒന്ന് പഠിപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സഭയുടെ പഠനമായിരിക്കത്തില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കത്തില്ല. പ്രബോധന അധികാരം സഭയ്ക്കാണ് കൊടുത്തിരിക്കണേ. ഇപ്പോഴും നമ്മൾ സഭയുടെ പഠനങ്ങളുടെ സൈഡിൽ ലൈൻ ഓഫ് തോട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മൾ സാഹിത്യകാരനാണ്, കവിയാണെന്നൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, നമ്മൾ എന്ത് ചെയ്താലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയണതാണ് ദൈവത്തിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത്. ദൈവം ലോകത്ത് നൽകുന്ന രക്ഷാകരമായ കണ്ടൻറ്റ്, റിഡംപ്റ്റീവ് കണ്ടൻ്റ് എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊരാളോട് ക്ഷമിക്കണത് നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് നിന്നോട് ക്ഷമിക്കണത്, അല്ലേ? ഞാൻ ഈ സാധനം വേണ്ടെന്ന് വെക്കണത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് ഞാൻ വേണ്ടെന്ന് വെക്കണത്. കാര്യം അതുകൊണ്ടാണ് ഈശോനെ പ്രതി എന്ന് പറഞ്ഞത്, എന്നെ പ്രതി. അപ്പോൾ ഈശോനെ പ്രതി നമുക്ക് അടുത്ത ദിവസം ഇതിനേക്കാൾ ബെസ്റ്റായിട്ടിത് കാണാം. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതും ഈ ക്രിസ്തുവിനെ പ്രതിയാണ് ഈ നമ്മളെ. ഒരാളെ എനിക്ക് വലിയ മുമ്പത്തോളം വിശ്വാസം തോന്നണില്ല, മുമ്പത്തോളം പ്രാർത്ഥിക്കാൻ വരുന്നില്ല, പ്രാർത്ഥന വരുമ്പോൾ എനിക്ക് ഉറക്കം വരണേ, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്ക്രപ്സിയായി, നമ്മളുടെ സ്റ്റോക്ക് തീർന്നതിൻ്റെ അർത്ഥം. ഇപ്പം ഗ്യാസ് തീരത്തില്ലേ, വിളക്ക് കത്താൻ നേരത്ത് ഇങ്ങനെ പെട്ടെന്ന് കത്തണ പോലെ ഗ്യാസ് ഇപ്പോൾ തീരണത് ഭയങ്കര പേടിയ ആൾക്കാർക്ക്. ഇപ്പോൾ ഗ്യാസ് തീർന്നാൽ പിന്നെ ഉടനെ ഗ്യാസ് കിട്ടത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ദിവസം അരമണിക്കൂർ കാത്തിരുന്ന് ചായക്ക് ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ അതുപോലെ ഗ്യാസ് തീരണ ഒരു കാലത്ത് ഇതുപോലെ ചില സമയം നമ്മുടെ ആത്മീയ ഗ്യാസും തീർന്നു പോകും, കൃപ തീർന്നു പോകും. അപ്പോൾ നമുക്ക് കോട്ടവായിടും, പള്ളിയിൽ നിന്ന് ഉറങ്ങും, അവന് പള്ളിയിൽ പോകാൻ തോന്നത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ചേരത്തില്ല, കുർബാനയ്ക്ക് പോകത്തില്ല, അങ്ങനെ കേസ് തീർന്നു. അങ്ങനെ വന്നാൽ പിന്നെ ഈ ബാങ്ക്രപ്സി ആയി, വിശ്വാസം ബാങ്ക്രപ്സി ആയാൽ അതിനെ അതിജീവിക്കുന്നത് എല്ലാം ഈ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. നമ്മൾ പിന്നെ ഒന്നും തുടങ്ങേണ്ടി വരും. പക്ഷേ ഒന്നും തുടങ്ങിയാലും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് 9 ദിവസത്തെ വളർച്ച ഉണ്ടാക്കാം. എങ്ങനെയാണത്? എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇപ്പം നിങ്ങൾ ക്ഷമിക്കണതും, ഒരാളെ സഹായിക്കണതും, ഒരാളുടെ കൂടെ തുണയാത്ര പോണതും, ഒരാൾക്ക് പഠന സഹായം ചെയ്തു കൊടുക്കുന്നതും എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആയിരിക്കണം. അപ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഭയങ്കരമായ ഇൻകമാണ്, വരുമാനം. നമുക്ക് നാളെ അത് നല്ലതായിട്ട് കാണാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ചെയ്യുക. ഇന്നത്തെ ദിവസം ഭാസുരമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. പേര് ഷീബ, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ്. ഞാൻ കുറേ വർഷങ്ങളായി ചേച്ചീനെ കണ്ടിട്ട്, 20 വർഷത്തോളമായിരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ മോന് തൊണ്ടയിലൊരു മുഴയുണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർമാർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അതിന് എന്താ ഇതിങ്ങനെ ഉണ്ടായതിന് കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നു. തൊണ്ടയിലെ മസിലിനുള്ളിൽ വെള്ളം കെട്ടിയിട്ട് അതിനുള്ളിൽ ഇൻഫെക്ഷനായിരുന്നു. ആ ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് ഡോക്ടർ പോലും പറഞ്ഞില്ല. അവർക്ക് മെഡിസിൻ പോലും എഴുതാൻ കഴിയുമായിരുന്നില്ല. വെറും ഒരു പാരസെറ്റമോൾ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ വരൂ എന്ന് പറഞ്ഞു വിട്ടു. നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ ഈ ചേച്ചിയെ കണ്ടു. ചേച്ചീനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ ചേച്ചി ആണോ എന്ന് വിളിച്ച് ചോദിക്കുമ്പം ചേച്ചി പറഞ്ഞു ഞാൻ തന്നെയാണ്, നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ മോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇതുപോലെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നു, അവിടുന്ന് ഉപ്പും തൈലവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനിത് കൊച്ചിനെ പുരട്ടി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ചെയ്യൂ, എനിക്കത് വിശ്വാസമാണ്, മാതാവിനെ പറ്റി ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് അറിവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കൊടുത്ത് ഉപ്പ് വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. പിന്നെ കാശുരൂപവും കൊന്തയും കൊടുത്തു, കൃപാസനത്തിലെ പത്രവും കൊടുത്തന്നു. ഞങ്ങളതുകൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മോന് ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ. വലിയ വേദന ഉണ്ടായിരുന്നു, അത് ചെറിയ വേദനയിലേക്ക് മാറി. അപ്പോഴേ എനിക്ക് മനസ്സിൽ തോന്നി ഇത് മാതാവിൻ്റെ ഒരു അനുഭവമാണല്ലോ നമുക്ക് തരുന്നതെന്ന് മനസ്സിലായി. ഞാൻ കൃപാസനത്തിലെ പത്രം എടുത്ത് വായിച്ചു. അതോടൊപ്പം യൂട്യൂബിൽ കാണുന്ന അച്ഛൻ്റെ ടോക്കുകളും കാണാൻ തുടങ്ങി, ധ്യാനങ്ങളും എടുത്ത് കൂടിക്കൊണ്ടിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ ആ മുഴ അപ്രത്യക്ഷമായി.
എനിക്കത് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. എനിക്ക് ഒരേ ഒരു മോനാണ്. ഇതെങ്ങനെ ഉണ്ടായെന്ന് ഡോക്ടർ പറയുമ്പോൾ പോലും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ഹസ്ബൻഡും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോൻ്റെ അടുത്ത് ഞാൻ മാത്രമുള്ളപ്പോൾ ഇങ്ങനെ ഒരു അസുഖം മോന് വരുമ്പം ഞാൻ ആകെ തകർന്നു പോയിരുന്നു. ചേച്ചിയെ കണ്ടു കിട്ടിയത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ വരാനും ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിനോട് അനുഗ്രഹം പറയാനും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാനിവിടെ നിൽക്കാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ മാതാവിനെ ഉടമ്പടി ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായി. കാരണം ഞാൻ മലയാറ്റൂർ പോയപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിയിരുന്നു. അത് ഞാൻ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റിൽ വെച്ചിരുന്നു. എനിക്ക് എഴുന്നേൽക്കുമ്പോഴും ഞാൻ കിടക്കുമ്പോഴും എനിക്ക് കാണുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൃപാസനത്തെ പറ്റി എനിക്ക് അത്ര അറിവുണ്ടായിരുന്നെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ അമ്മയെന്ന ഈ കൃപാസനത്തിലെ അമ്മയുടെ ജീവനുള്ള രൂപം പ്രത്യക്ഷപ്പെട്ടെന്ന് അറിഞ്ഞ് ഇത് സത്യമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് രാത്രി കിടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. രാവിലെ 5:30 മണിക്ക് എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനയോ 5:30 മണിക്കുള്ള പ്രാർത്ഥനയെ പറ്റി ഒന്നും അറിവുണ്ടായിരുന്നില്ല. രാവിലെ 5:30 മണിക്ക് എനിക്ക് പെട്ടെന്ന് ആരോ എന്നെ തട്ടി വിളിക്കുന്ന പോലെ തോന്നി. ഞാൻ എണീറ്റു ഞാൻ കട്ടിലേലിരുന്ന് നോക്കുമ്പോൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് നീല വെളിച്ചം എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ ഉടനെ മോനെ വിളിച്ച് കാണിച്ചപ്പം മോൻ എന്നോട് പറഞ്ഞു, അമ്മയെ മാതാവിൻ്റെ അടുത്ത് നിന്ന് നീല വെളിച്ചം കാണുന്നുണ്ട്, ഇതെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. എനിക്കറിയില്ല മോനെ, നല്ല വെളിച്ചം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് സമയം ആ വെളിച്ചം അവിടെ എനിക്ക് കാണാൻ സാധിച്ചു, മോനും കാണാൻ സാധിച്ചു. ഇത് എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് എന്നെ ഈ മാതാവിലേക്ക് വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം മാതാവ് എനിക്കത് കാണിച്ചു തന്നതെന്ന് ഞാൻ പറയുന്നു. പിന്നെ എൻ്റെ വേറൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. കാണുന്നവരെല്ലാം വില കുറച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പം എനിക്ക് മാധവനോട് ഞാൻ പറഞ്ഞു, എനിക്കതിനെ അത്യാവശ്യം വില കിട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു, നീ ഈ പശുവിനെയും വളർത്തിക്കൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നീ പഠിച്ചവളല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, എൻ്റെ സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാധവനോട് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഈ പശുവിനെ കൊടുക്കാൻ സാധിക്കണം, നല്ലൊരു വിലയ്ക്ക്, അത്യാവശ്യം നല്ലൊരു വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കണം എന്ന് ഞാൻ മാധവനോട് പറഞ്ഞിരുന്നു. അതേ പ്രകാരം എൻ്റെ അയൽവാസിയും പത്മിനി ചേച്ചിയും ആണ് അതിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ പറയാം. ചേച്ചിയുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ചേച്ചി ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നാണ് ആ പശുവിനെ വയ്ക്കാൻ സാധിച്ചത് എനിക്ക്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം എൻ്റെ തൊണ്ടയിലൊരു മുഴ വന്നിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അതായത് എൻ്റെ തൊണ്ടയിൽ ഒരു ഭയങ്കര വലിയൊരു മുഴ വന്നിട്ട് എൻ്റെ മസിലിൻ്റെ ഇടയ്ക്കാണ് വെള്ളം കയറിയിട്ട് അതിൻ്റെ അടുത്ത് സെക്കൻഡറി ആയിട്ട് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് കഴുത്തൊന്നും തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോയി, ഇടുക്കി മെഡിക്കൽ കോളേജ് കാണിക്കാൻ പോയി. അപ്പോഴാണെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു സ്കാൻ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സ്കാൻ എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു റീസൺ എന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ മെഡിസിൻസ് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അത് കാരണം പുറത്തോട്ട് ഇറങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ചേച്ചീനെ കണ്ടത്. ചേച്ചിയാണെ വന്നിട്ട് ഇങ്ങനെ ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട്, അവിടെ മാതാവിൻ്റെ തൈലവും കാശിരൂപവും ഉപ്പുമൊക്കെ തന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴും എനിക്ക് വേദന എന്ന് പറഞ്ഞത് പതുക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പെയിൻ ഇല്ല, ആ മുഴ മാത്രം അവിടെ ഉണ്ട്. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞത്തേക്കും അത് മൊത്തം മാറി. ബേസിക്കലി ഞാൻ മെഡിസിൻസ് ഒന്നും കഴിക്കാത്ത ഒരാളാണ്. നോട്ട് ബൈ എന്താ പറയുക, മെഡിസിൻ കഴിച്ചിട്ട് ഒരു എഫക്ട്സ് ഒന്നും എനിക്ക് തോന്നിയ ഒരു പാരസെറ്റമോൾ മാത്രമേ ഞാൻ കഴിച്ചായിരുന്നു. ബട്ട് ചേച്ചി തന്ന തൈലവും ഉപ്പും കാരണം എൻ്റെ പെയിനും മുഴയും മാറിയത് എനിക്കിപ്പോൾ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മറ്റേ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ആ നീല വെളിച്ചം പ്രതീക്ഷപ്പെട്ടത്. അപ്പോൾ തൊട്ട് എനിക്ക് മാതാവിനുള്ള വിശ്വാസം പിന്നെ കൂടി. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ അസുഖം ശരിയാക്കി തന്നതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ അർപ്പിച്ചുകൊണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനം പറയുന്നത് പോലെ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവാനെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ കൃപയും ലഭിക്കുവാനുള്ള ഒരു മാർഗമായി മാറുകയാണ്.
പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നമുക്കും ആ കൃപ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രേക്ഷിത പ്രവർത്തനത്തിൽ കൂടുതൽ തീഷ്ണതയോടെ ഈ മകൾ പറഞ്ഞതുപോലെ എലിസബത്തിൻ്റെ വീട്ടിൽ സന്ദർശിക്കാൻ പോയതുപോലെ തന്നെയാണ് ആ തിടുക്കം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ ജീവിതം, ഉടമ്പടി ജീവിതം ഒരാചാരമല്ല, ദൈവത്തോടുള്ള ഒരു ജീവനുള്ള ബന്ധമാണ്. ഉത്സാഹത്തോടെ ആത്മാവിൽ ജ്വലിച്ച് കർത്താവിൽ സേവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വചനം പറയുന്നത്, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരീകരണമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും കാശുരവും ഒക്കെ കൊടുക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. നമുക്കും ഉടമ്പടിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി തീർക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഈ പുണ്യഭൂമിയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തിനെയും സാക്ഷിയാക്കി ഉയർത്തിയതിന് പരിശുദ്ധ മാതാവിനോടും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ധന്യ. ഞാൻ നോൺ ക്രിസ്ത്യനാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2025 നവംബർ 3 ഉടമ്പടി എടുത്തത്. പിന്നെ ഞാൻ 3 മാസം കഴിഞ്ഞ് 2026 ഫെബ്രുവരി 3 അത് റിന്യൂ ചെയ്തു. പിന്നീട് 3 മാസം കഴിഞ്ഞ് മെയ് 15 റിന്യൂ ചെയ്തു. ഈ ഒരു 9 മന്ത്സ് കാലയളവിനുള്ളിൽ എനിക്ക് അൺകൗണ്ടബിൾ ആയിട്ടുള്ള ബ്ലെസ്സിങ്സാണ് അമ്മ മാതാവ് തന്നിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടാണ് കൃപാസനത്തെ പറ്റി അമ്മയോട് പറയുന്നത്. അതുവഴിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴും എല്ലാവരും ഒരു നെഗറ്റീവായിട്ട് എന്നെ എൻകറേജ് ചെയ്യുന്നില്ല. ഞാൻ ഹിന്ദുവാണ്, നിങ്ങൾക്കിതൊക്കെ പാലിക്കാൻ പറ്റുമോ, ഉടമ്പടിക്ക് ഇത്തിരി സ്ട്രിക്റ്റാണ്, അതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഷുവറാക്കി തന്നെയാണ് ഫസ്റ്റ് ഉടമ്പടി ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്തത്. അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ വന്ന് എങ്ങനെയാണ് സാക്ഷ്യം പറയേണ്ടത് അതുപോലെ ഞാൻ അന്വേഷിച്ചറിഞ്ഞ് അത്രയും ഷുവർട്ടി ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് കോവിഡിൻ്റെ ഇഷ്യൂസ് കാരണം ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ നമുക്കൊരു 28 lakhs ഹോം ലോൺ ഉണ്ട്, പിന്നെ 6 lakh പേഴ്സണൽ ലോൺ ഉണ്ട്, പിന്നെ ചിട്ടി, അങ്ങനെ ഒരുപാട് അടവുകളുണ്ട്. അപ്പോൾ നമ്മുടെ EMI ഒക്കെ ഡ്യൂ ആയി തുടങ്ങി. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഒരുപാട് നമ്മൾ അലട്ടി തുടങ്ങി. അതിൻ്റെ ഉപരിയായിട്ട് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. രാത്രി ഉറങ്ങാനും പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ പോകുന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയെ പറ്റി അറിഞ്ഞത്. അങ്ങനെ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഒരു കൃപാസനം പത്രം വഴി തരികയും അതറിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന് ഉടമ്പടി എടുക്കുകയും അന്ന് ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ 5 നിയോഗങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ ഈ ഉടമ്പടി എനിക്ക് നന്നായി പാലിക്കാൻ പറ്റണം എന്നാണ് ഞാൻ എഴുതിയിരുന്നത്. ആ 5 നിയോഗങ്ങളും എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഞാൻ അത് വിട്ടു, മനസ്സിൽ നിന്ന് വിട്ടു. ഞാൻ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്തില്ല. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് സംശയവും വിശ്വാസവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ 9 മന്ത്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഈ ലോൺ എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇടപെട്ട് അതിൽ ഞങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കി തന്നു. ഹസ്ബൻഡിൻ്റെ പേരിലൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് വിൽക്കാനും ലോൺ ക്ലോസ് ചെയ്യാനും പൂർണ്ണമായിട്ടും മനസ്സില്ലായിരുന്നു. അപ്പം ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നേന്ന്. അങ്ങനെ ഹസ്ബൻഡ് ഒരു ദിവസം പറഞ്ഞു, നമുക്കത് പ്രോപ്പർട്ടി എന്തായാലും വിൽക്കാം, ലോണെല്ലാം ക്ലോസ് ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കാമെന്ന്. അപ്പോൾ അതിന് മാതാവ് ഒരു വഴി കാണിച്ചു തന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി സെയിലാവാനായിട്ട് ഒരു 6 മന്ത്സായി നമ്മളിങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കുന്നില്ല. അപ്പോഴാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് ഈ ജൂലൈ മാസം ഞാൻ എപ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്, അമ്മ മാതാവിൻ്റെ നമ്പറാണ് 7. അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണം, അതുമായി ബന്ധപ്പെട്ടൊരു മിറാക്കിൾ എൻ്റെ ലൈഫിൽ ഉണ്ടാകണമെന്ന്. അതുപോലെ തന്നെ ഈ ജൂലൈ മാസം, ഈ 7ാം മാസമാണ് ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടിയുടെ സെയിൽ നടന്നതും അതുവഴി ഞങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിലേക്ക്
നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്തു എന്നുള്ളൊരു മെസ്സേജ്. എൻ്റെ ഫോണിൽ എപ്പോഴും നിങ്ങളുടെ EMI ഡ്യൂ ആണ്, അല്ലെങ്കിൽ ലോൺ ഇത്ര അടയ്ക്കണം എന്നുള്ള മെസ്സേജാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ അപ്പോൾ അത് ഓപ്പൺ ആക്കിയില്ല. അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ 28 lakhs ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ വന്ന് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഇന്നലെ 27th ഞാൻ പോയി എൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തു. അതിലും 7 എന്നുള്ളൊരു നമ്പറുണ്ട്. അപ്പോൾ എപ്പോഴും ഉടമ്പടി എടുക്കാനായിട്ട് അച്ഛൻ പറയുന്ന പോലെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഉടമ്പടി എടുക്കാൻ തോന്നുന്നത്. അതെൻ്റെ ലൈഫിൽ അച്ചട്ടായിരുന്നു. അതായത് ഞാൻ ഈ 9 months ഉള്ളിൽ ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗങ്ങൾ വെച്ചത് ഞാൻ ഓർക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ എക്സ്ട്രാ ഭാരം എനിക്ക് കൂടിക്കൂടി വന്നു. അത് നമ്മുടെ ഉടമ്പടിക്ക് ഗുണകരമായി എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ ഉടമ്പടിക്ക് ഗുണകരമായി. ആ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കൂടിക്കൂടി വന്നതോടുകൊണ്ട് എനിക്ക് അമ്മമാതാവ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മമാതാവ് ഇടപെട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ആ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഈ പ്രോപ്പർട്ടി സെയിലാക്കാനായിട്ട് പറ്റാതിരുന്ന സമയത്ത് ഞാൻ വ്യഞ്ജനിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി ചൊല്ലിയിരുന്നു. അതൊക്കെ എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു അമ്മമാതാവിൻ്റെ ഇടപെടലിൻ്റെ ഒരു പ്രൂഫായിരുന്നു. ആ സ്ഥലം ഞങ്ങൾക്ക് എത്രയും വേഗം വിൽക്കാൻ പറ്റിയതും. അപ്പോൾ ഇതുപോലെ ഇന്ന് അച്ഛൻ പരിശുദ്ധ കുർബാനയിൽ പറഞ്ഞതുപോലെ എൻ്റെ സാക്ഷ്യം ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ, ഇതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ലോൺ എടുത്തിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും നമ്മൾ ഉടമ്പടി എടുത്ത് അതുപോലെ ഇന്നും ഉടമ്പടി എടുത്താൽ നിങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഞാനിവിടെ 9 months ഞാൻ ഉടമ്പടി പാലിക്കുന്നു. അതിലെല്ലാ കാര്യങ്ങളും ഒരു ഹിന്ദുവായിട്ടും ഞാൻ എല്ലാം പാലിക്കുന്നു. അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. ഇനി ലൈഫ് ലോങ് സ്റ്റേബിളായി തന്നെ ഉടമ്പടിയിൽ പോകാനാണ് എൻ്റെ തീരുമാനം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. പിന്നെ രണ്ടാമതായിട്ടുള്ള സാക്ഷ്യം പറയാനായിട്ട്, എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ആ ഒരു നഷ്ടപ്പെട്ട ഒരു സമയത്ത് നാട്ടിൽ വന്ന് ഒരുപാട് കമ്പനികൾ അപ്രോച്ച് ചെയ്തു, അപ്ലിക്കേഷൻസ് അയച്ചു, ഒരുപാട് ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തു. ആരുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളത് പിന്നെ അത് വിട്ടു. ഇനിയിപ്പം ഗൾഫിലെ ജോലി നമുക്കിനി നോക്കണ്ട, നമുക്കിവിടെ തന്നെ നോക്കാമെന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനൊരു നിയോഗം വെച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അന്വേഷിച്ചു, നമ്മൾ എൻക്വയറി ചെയ്ത സമയത്തൊന്നും നമുക്കൊരു റെസ്പോൺസോ നമുക്ക് അതിൽ നിന്നും റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് ആക്സിഡൻ്റലായിട്ട് നമുക്ക് ഹസ്ബൻഡിനൊരു വീഡിയോ കോൾ വരാണ് ഗൾഫിൽ നിന്നും. ഒരു ഫ്രണ്ടാണ് വിളിച്ചത്, നിനക്ക് ഞാൻ വിസ അയച്ചു തരാം, നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറി പോരെന്നുള്ളത്. അവിടെ സമയം ചുരുക്കത്തിൻ്റെ അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നൊരു ഈശോയുടെ അമ്മ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ അനുഗ്രഹവും എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഈ ലോണെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ഇൻസൾട്ടേഷൻ, അതായത് EMI ഡ്യൂ വരുമ്പോൾ എൻ്റെ സാലറിയുടെ റിക്കവറി 90% റിക്കവറി. നമ്മളൊരു മാസം വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കാണാണ് നമ്മുടെ സാലറിയിൽ നിന്ന് റിക്കവറി പോകുന്നത്. വല്ലാത്തൊരു അപമാനം നേരിടുന്നൊരു സന്ദർഭം ആയി. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത് ആരോടും പറയാൻ പറ്റില്ല, സാലറിയിൽ നിന്ന് റിക്കവറി ആയിട്ട് പോവുകയാണ്, എങ്ങനെ ഇതിനൊരു സമാധാനം കണ്ടെത്തുന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഗോൾഡ് കുറേയൊക്കെ വിറ്റു, ഗോൾഡ് പണയം വെച്ചു. പിന്നെ സ്വന്തമായിട്ടുണ്ടായിരുന്ന കാറ് വിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമുക്കൊരു നെഗറ്റീവ് വരുമ്പോൾ നമ്മളെ നോക്കി പരിഹസിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ തളർന്നില്ല. ഞാൻ ഉടമ്പടിയിൽ തന്നെ ഉറച്ച് വിശ്വസിച്ച് നിന്നു. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഞാൻ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരിക്കലും ആകസ്മികമായിട്ടെന്ന് തന്നെ പറയാം, അമ്മമാതാവിൻ്റെ കളറിൽ ഒരു ഗ്രേ കളറിൽ പുതിയ മോഡൽ ഒരു കാറ് മേടിക്കുവാനായിട്ട് സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാർ മേടിച്ചതിൻ്റെ ഒരു പറയല്ല, പക്ഷേ അമ്മമാതാവിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. കാരണം അത്രയധികം ഇൻസൾട്ടേഷൻ, നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ വിൽക്കാണ്, ഗോൾഡ് പോകുന്നു, കാറ് പോകുന്നു. അപ്പം തന്നെ നമുക്ക് ചുറ്റുപാടുള്ളവർ മനസ്സിലാക്കിയാണ് നിങ്ങളൊരു വല്ലാത്ത അവസ്ഥയും കൂടി കടന്നു പോകുന്നുള്ളത്. അപ്പം അങ്ങനെ കളിയാക്കവരുടെ മുന്നിൽ എന്നെ ഉയർത്തി പൊക്കി കൊണ്ടുവന്നത് എൻ്റെ അമ്മമാതാവാണ്. ഞാൻ ഒരുപാട് എത്രയധികം നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല അമ്മമാതാവിനോട്. പിന്നെ നമ്മൾ ഈ ലോണൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ വീടിൻ്റെ പേരിൽ 3 ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ഉള്ള ഒരു പേപ്പേഴ്സും അപ്ലിക്കേഷനൊക്കെ ഫോർവേഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ 2 അപ്ലിക്കേഷൻസ് നമ്മൾ നല്ല സ്മൂത്തായിട്ട് എല്ലാതും ചെയ്തു. അതിൽ മുടക്കും പ്രൊസീജിയേഴ്സൊക്കെ അതേപോലെ തന്നെ നടന്നു. അതിൽ 3ാമത്തേലാണ് നമുക്ക് നല്ല ക്യാഷ് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ റീഫണ്ട് ചെയ്യാനായിട്ട് നമ്മൾ പോയപ്പം അവർ പറഞ്ഞു, നിങ്ങളുടെ ഈ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പോളിസി ബോണ്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഡൽഹി ബേസ്ഡ് ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്കത് പോളിസി ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1.5 വീക്സായിട്ട് ഞാനും വീട്ടിലെല്ലാവരും നമ്മളിത് തപ്പലോട് തപ്പലാണ്. കാരണം എന്താ വെച്ചാൽ ഈ പോളിസി ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് വീട്ടിൽ വന്ന് റിസീവ് ചെയ്തു. പിന്നെ നമ്മളത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല, അതെന്താന്ന്
പോലും നോക്കിയിട്ടില്ല. അങ്ങനെ ഈ ഒരു ഡോക്യുമെൻ്റ് അന്വേഷിച്ച് ഇനിയിപ്പം കിട്ടില്ല, 1.5 വീക്സ് നമ്മൾ നടന്നന്വേഷിക്കുകയാണ്. അപ്പോൾ അമ്മ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇനി എന്താ ചെയ്യുക. അപ്പോൾ ഇന്നലെ അല്ല ഒരു 2 ഡേയ്സ് ബാക്ക് അവിടെ ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇനി കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ ഒരു 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ പറഞ്ഞ മാറ്റർ ടൈപ്പ് ചെയ്ത് നമുക്ക് ഡൽഹിയിലേക്ക് അയക്കാം. ഒരു ഇമെയിലും കൂടി നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. പക്ഷെ എന്നാലും നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾ നോക്കൂ, ഈ ഡ്യൂപ്ലിക്കേറ്റ് അയച്ച് എടുത്ത് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് വളരെയധികം നീണ്ടുപോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പലിശയിൽ പിന്നെയും ഈ ഇൻഷുറൻസിൻ്റെ പൈസയിൽ കുറവ് വരും. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി പോയി തപ്പാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സാർ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയായിട്ട് എനിക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷനാണ്. ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി വിൽക്കണ ഒരു കേസായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞൊരു തുക എന്ന് പറയുന്നത് 4.9 lakhs ആയിരുന്നു. അപ്പോൾ അവർക്കത് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അങ്ങനെ ഒരു ബാർഗെയിനിങ് വന്നപ്പോൾ ഈ ഒരു സെയിൽ ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇത് വന്നപ്പം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് രാത്രിയിൽ ഒരു സ്വപ്നത്തിൽ കണക്ക് എൻ്റെ അടുത്തൊരു 4.80 എന്നുള്ളൊരു ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ഞാനിങ്ങനെ ഉറക്കത്തിൽ എഴുതി കാണിക്കുകയാണ് 4.80 നീ ഫിക്സ് ചെയ്തോ എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കാണുവാനില്ല, ഇരുട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആഴ്ചയിൽ നമ്മൾ 4.80 അത് ഫിക്സ് ചെയ്തു. ആ സെയിൽ നടക്കുകയും ചെയ്തു കേട്ടോ. തിരിച്ച് നമ്മൾ ഇതിലേക്ക് തന്നെ വരാം. ഇൻഷുറൻസിൻ്റെ പേപ്പർ ഞാൻ മിസ്സായെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വീട്ടിൽ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ അമ്മോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അമ്മ ഞാൻ ഇപ്പം ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതാണ് എൻ്റെ ലോൺ ക്ലോസ് ചെയ്ത് എൻ്റെ ആധാരം വീണ്ടെടുത്ത് തരണം എന്നുള്ളത്. ആ ആധാരം വീണ്ടെടുത്തു. ഇനി നീ ഒരു പോളിസി ഡോക്യുമെൻ്റ് എന്നിൽ നിന്ന് എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത്, അതും കൂടി എനിക്കൊന്ന് റിക്കവർ ചെയ്ത് തരണേ. ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീടിൻ്റെ താഴെയുള്ള അലമാരി ഫുള്ളും നോക്കിക്കഴിഞ്ഞു, ഒരു 3 ട്രിപ്പ് നോക്കിക്കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കണമുണ്ട്. അങ്ങനെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ മേലെ പോയിട്ട് ഒരു അലമാരി ഉണ്ട്, അവിടെ നമ്മുടെ ഒരു പഴയ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പം മക്കളും ഹസ്ബൻഡൊക്കെ എന്നോട് പറഞ്ഞു നീ എന്തിനാ ഇവിടെ തപ്പുന്നത്, ഇത് പഴയ ഡോക്യുമെൻറ്റ്സ് അല്ലേ, ഇതിപ്പം നമ്മൾ പുതിയതല്ലേ, നീ ഇവിടെ തപ്പിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് തപ്പാം എന്നുള്ള ഇതിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ തന്നെ ഇരുന്ന് എല്ലാ നിലത്ത് വലിച്ചിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും തപ്പുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇനിയിപ്പം കിട്ടില്ല എന്നിങ്ങനെ എണീറ്റ് പോരാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോൻ വന്നിട്ട് പറഞ്ഞു അമ്മയുടെ കാലിൻ്റെ ഇടയിൽ ഒരു ബ്ലൂ കവർ ഇരിക്കുന്നുണ്ടല്ലോ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്ലൂ കവർ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും നാളും കിട്ടിയില്ല എന്ന് വിചാരിച്ച ഒറിജിനൽ പോളിസിയുടെ ഡോക്യുമെൻ്റാണ് എനിക്ക് അമ്മമാതാവിൻ്റെ കൺമുന്നിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. എൻ്റെ ദേഹമൊക്കെ കോരിത്തരിച്ച പോലെ, ഒരു അഗ്നി വന്ന് എന്നെ പൊതിഞ്ഞ പോലെ എനിക്ക് തോന്നി. ഒരു അമ്മയുടെ അനുഗ്രഹം, അത്രയ്ക്കൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പോളിസി ഡോക്യുമെൻ്റ് തിരിച്ച് ലഭിച്ചതിന് അമ്മയുടെ സംയോജിതമായ ഇടപെടലിന് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. ഇതൊക്കെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ആണെന്ന് ഞാൻ വീണ്ടും ഏറ്റുപറയുകയാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഈ ലോണ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഞാൻ പെൻഷനായാലും എൻ്റെ ആധാരം വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഒരു ഡിപ്രഷൻ മൂഡിൽ സൂയിസൈഡ് ചെയ്യണോ, സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോയി ഉറക്കമില്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു, ഒരു സ്ലീപ്പിംഗ് പാരാലിസിസ് ഒക്കെ പോലെ. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റണേ, രാത്രി ഒന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയാൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇപ്പം ഈ ഉടമ്പടി എടുത്ത് എല്ലാം ഉടമ്പടി പാലിച്ച് കൃത്യമായി പാലിച്ച് ഇപ്പം എനിക്ക് ഉറക്കം അധികമാണ്. എല്ലാ ദിവസവും ഞാൻ ഉറങ്ങി മതിയാവാത്ത പോലെയാണ് എണീക്കുന്നത്. അപ്പോൾ ഇത്രയും എൻ്റെ ഒരു പ്രശ്നത്തിന് അമ്മ ഇത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്നതിന് അമ്മ മാതാവിനോട് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഒരു 210 കിലോമീറ്റേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനിൽ പോയി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ ഹോസ്റ്റലിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര സീനിയർ അല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയോചിതമായ അമ്മയുടെ ഇടപെടൽ കാരണം ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു 3 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ആ ഹോസ്റ്റലിൽ ഏറ്റവും നല്ലൊരു റൂം അലോട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അമ്മയുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ക്വാർട്ടേഴ്സിനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും ഒരു നല്ല ക്വാർട്ടേഴ്സ് അമ്മ എനിക്ക് അലോട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നതിന് ഞാൻ അമ്മ മാതാവിനോട് മാത്രം കടപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും എൻ്റെ മെറിറ്റല്ല, ഞാനിവിടെ എത്തിപ്പെടാനായിട്ട് അമ്മ മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നു. അതിന് അമ്മ മാതാവിനും ഈശോയോടും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു.
പിന്നെ പ്രേക്ഷക പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃപാസനം പത്രം ഞാൻ എല്ലാവർക്കും നമ്മൾ നോ പറയാത്തവർക്കൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാനായിട്ട് മനസ്സുള്ളവരോട് ഞാൻ പറയും, ഞാനിങ്ങനെ ഹിന്ദുവാണ്, എനിക്ക് ഇത്രയധികം ബ്ലെസ്സിങ്സ് അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ കൃപാസനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ അപ്പുറത്തുനിന്ന് ചോദ്യം വരും, നിനക്ക് എന്താ കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി ഞാൻ കോൺവെൻറ്റ് സ്കൂളുകളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് പ്രയറൊക്കെ അറിയാം. പിന്നെ പള്ളിയിലൊക്കെ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പോകുമായിരുന്നു. പിന്നെ ലൈഫിൽ എപ്പോഴൊക്കെയോ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ജോലി കിട്ടി മക്കളായി ഞാൻ എല്ലാ പ്രയറും ഞാൻ വിട്ടു. ആത്മീയ ജീവിതത്തിൽ നിന്ന് അകന്നു പോയൊരു സന്ദർഭത്തിൽ ലൈഫ് നല്ലൊരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എപ്പോഴും അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്ട്രഗിൾസ്, അത് ദൈവത്തിനോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ട്രഗിൾസ് തരുന്നതെന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സ്ട്രഗിൾസ് വന്നത്. അപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് എനിക്ക് ആ സ്ട്രഗിൾസ് പിന്നെയും സ്ട്രഗിൾസ് വന്നുകൊണ്ടിരുന്നു. അതെല്ലാം ഞാൻ ഫേസ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമുള്ളപ്പോഴും വീക്കിലി എല്ലാ വീക്ക്സും ചെയ്യും. നമ്മൾ ഭക്ഷണം തയ്യാറാക്കി, ഞാൻ തന്നെ കൈകൊണ്ട് തയ്യാറാക്കി ഭക്ഷണം ഒരു 20 പൊതിയെങ്കിലും പൊതിച്ചോറ് കൊടുക്കും. അപ്പോൾ നമ്മളെ അറിയാത്ത ആളുകളാണ്, അവർ നമ്മുടെ തലയിൽ കൈ വെച്ച് ഗോഡ് ബ്ലെസ് യു എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു ഞാൻ മറ്റുള്ളവരോട് കെയർ എടുക്കുക അല്ലെങ്കിൽ ഞാൻ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെയൊന്നും അത്ര ക്രൂവലല്ല, പക്ഷേ ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് ആർക്കും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്ത ഒരാളായിരുന്നു. പിന്നെ എൻ്റെ മുന്നിൽ കൈ നീട്ടുന്ന ഏവരും, അതൊരു ഭിക്ഷക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വയ്യാത്ത ആരെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ കയ്യിൽ പേഴ്സിൽ എന്താണുള്ളത്, 100 രൂപയാണോ 50 രൂപയാണോ അല്ലെങ്കിൽ ചായ കുടിക്കാനായിട്ട് പൈസ വേണം മോളെ എന്ന് പറഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ ആര് വന്നാലും ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തനം വന്നിട്ടുള്ളത്. പിന്നെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡെയിലി ബ്രെഡ്, പിന്നെ ഈവനിങ് പ്രയർ, ഇത് എൻ്റെ മൂത്ത മോന് ബിഡസിന് പഠിക്കുകയാണ് ഡൽഹിയിൽ. അപ്പോൾ ഞങ്ങൾ കോൺഫറൻസ് കോൾ വിളിച്ചിട്ടാണ് ആ പ്രയർ ഞങ്ങൾ ചൊല്ലുന്നത്. അപ്പോൾ 3 വീട്ടിൽ ഹസ്ബൻഡും ഞാനും മക്കളും പിന്നെ അമ്മയുണ്ടാവും. അപ്പോൾ ഒരുമിച്ച്, അതായത് ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമത്തിൽ, കറക്റ്റായിട്ട് എനിക്ക് ആ വചനം ഓർമ്മയില്ല, എൻ്റെ നാമത്തിൽ നിങ്ങൾ 3-4 പേര് ഒത്തുകൂടിയാൽ അവിടെ നല്ല ബ്ലെസ്സിങ്സ് ഉണ്ടാവും എന്നുള്ളത്. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അത് റിയലായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് ആ പ്രയർ ചൊല്ലുന്നത്. ഒരു പ്രയർ ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കും. എല്ലാവരും കൂടിയിട്ടാണ് ആ സാക്ഷ്യം കേൾക്കുന്നത്. പിന്നെ ഡെയിലി വരുന്ന സാക്ഷ്യം അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കേൾക്കാറുണ്ട്. അത് കഴിഞ്ഞ് സാക്ഷ്യം കേട്ട് അന്നത്തെ സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ പഴയ സാക്ഷ്യങ്ങൾ എടുത്തിട്ട്, പഴയ സാക്ഷ്യം അതായത് ഡേറ്റ് അനുസരിച്ചാണ് കേട്ടോ ആ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കും. അതനുസരിച്ച് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഉടമ്പടിയിലൂടെ റിക്കവർ ആവാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒന്നാണ് ട്യൂസ്ഡേയ്സിൽ അച്ഛൻ്റെ ധ്യാനം. അത് ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ മൺഡേ ഒന്ന് കഴിഞ്ഞ് ഞാൻ ട്യൂസ്ഡേ ആണ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഡെയിലി രാവിലെ തൊട്ട് വെള്ളം മാത്രം കുടിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് ആ ഒരു ബ്രേക്ക് ചെയ്യേണ്ട സമയമാകുമ്പോൾ എനിക്കതൊരു ലഹരി പോലെയാണ്. എൻ്റെ ക്ഷീണം ഞാനൊരു ലഹരിയായിട്ടെടുക്കും. ആ ട്യൂസ്ഡേയ്സിൻ്റെ ധ്യാനം ഞാൻ അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ എഴുതി വയ്ക്കും. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് ഗോഡായിട്ടൊരു ഇൻറ്റിമസി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഡിസിപ്ലിൻ ലൈഫ് നമുക്ക് ഉണ്ടാവണം. അധികം സംസാരിക്കാതെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഞാൻ കോട്ടുകൾ നോട്ട് ചെയ്ത് വെച്ച് എൻ്റെ ജീവിതത്തിലും ഞാനത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ട്യൂസ്ഡേയ്സിൻ്റെ ധ്യാനം പറഞ്ഞു. സാക്ഷ്യം ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ സാക്ഷ്യം കേൾക്കുന്നത്. അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോ അപ്പനും എനിക്ക് നേടിത്തന്നതിന് എനിക്ക് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ഇനി ലൈഫ് ലോങ് ഞാൻ എൻ്റെ ലൈഫ് എപ്പോഴാണോ കഴിയുന്നത് അതുവരെ സ്റ്റേബിളായിട്ട് ഈ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഈ സ്ട്രഗിൾസ് വന്നപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ അതുപോലെ നമ്മൾ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തു. നമ്മുടെ ഫിനാൻഷ്യൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാളും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു വചനം ഞാൻ എന്നിലൂടെ, അതായത് ചില EMI ഡ്യൂ ആകുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, ഞാൻ ഇന്ന 1 വീക്കിൻ്റെ ഉള്ളിൽ അടയ്ക്കാട്ടോ എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാണ്ടേ, കാരണം എനിക്ക് ധൈര്യമായി അമ്മ മാതാവിൻ്റെ കൂടെയുണ്ട്, EMI ക്ലോസ് ചെയ്യാൻ പറ്റും, എൻ്റെ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരിത്. അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവർക്കും ഈ സാക്ഷ്യം ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നേടിയിട്ടുള്ളത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ആണ്. അമ്മ മാതാവിനും തിരുകുമാരനോടും ഒരിക്കൽ കൂടി എൻ്റെ അകമഴിഞ്ഞ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി പറയുന്നു. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം
31 അധ്യായം 25 വചനം. ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ കോളിൽ കൂടിയാണ് ഒരു അകന്ന കൂട്ടുകാരൻ തന്നെ ഒരു ജോലി വേക്കൻസിയെ പറ്റി അറിയിക്കുകയും പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിന് വിസ അവിടുന്ന് അയച്ചു കൊടുക്കുകയും വളരെ പെട്ടെന്ന് അവിടെയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ദുബായിക്ക് ജോലിക്ക് വേണ്ടി തിരിച്ചു പോകാൻ സാധിക്കുകയും ചെയ്തത്. ഇവിടെയൊക്കെ നാം കാണുന്നത് നമുക്കൊരു മെറിറ്റും ഇല്ലാത്തപ്പോഴും നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കെല്ലാം നടത്തി തരുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടി മക്കളെ കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ മകൾ പറഞ്ഞത്, ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ഹസ്ബൻഡിനെ തിരിച്ച് ദുബായിലേക്ക് ഒരു ജോലി കിട്ടി തിരിച്ചു പോകാൻ സാധിച്ചു. പിന്നീട് കടബാധ്യതയുടെ സമയത്ത് വാഹനം പോലും വിറ്റു പോകേണ്ടി വന്നു, ഗോൾഡെല്ലാം പണയം വെക്കേണ്ടി വന്നു. പക്ഷേ അതെല്ലാം വീണ്ടെടുക്കുകയാണ്. അമ്മയുടെ കളറിൽ തന്നെ ഒരു വാഹനം പിന്നീട് വാങ്ങിക്കുവാനും പണയം വെച്ച ഗോൾഡെല്ലാം തിരിച്ചെടുക്കാനൊക്കെ സാധിച്ചത് ഇവിടെയെല്ലാം ഈശ്വരൻ അമ്മയുടെ വലിയ കൃപയും അനുഗ്രഹവുമാണ്. പോളിസി ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പോളിസി ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റായ ഡോക്യുമെൻറ്റ്സ് കാണാതാവുകയും അവിടെയും അമ്മയെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അവിടെയും അമ്മ ഇവരെ കൈവിട്ടില്ല. എല്ലാ കാര്യത്തിലും അമ്മ കൂടെ നിൽക്കുന്ന ഒരമ്മയാണ് ധന്യയ്ക്ക് ധന്യയുടെ ജീവിതത്തെ കണ്ടുമുട്ടാൻ സാധിച്ചത്. പിന്നീട് ഈ മകൾ പറയുന്നത് തന്നെ എല്ലായിടത്തും എപ്പോഴും അമ്മയുടെ സാന്നിധ്യവും കൃപയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ വന്നേ പിന്നെ ഒരു ഡിസിപ്ലിൻഡ് സ്പിരിച്വൽ ലൈഫാണ്, ഒരു ഡിസിപ്ലിൻഡ് ആത്മീയതയിലേക്ക് വരുവാനും ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയിലേക്ക് ചേരാൻ സാധിച്ചു എന്നുമാണ് തന്നെ നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ഒരു അക്രൈസ്തവയായ ഈ മകളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ കടന്നു ചേർന്ന് കൂടുതൽ അറിയുവാനും അറിയാത്ത ആ ദൈവത്തെ അറിഞ്ഞപ്പോൾ അറിയാത്തവരെ അറിയിക്കുവാനുള്ള ആ തീഷ്ണതയും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ എല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റാഫായ ഈ മകൾ സ്റ്റാറ്റസ് മറന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാൻ കെടുത്ത ആ തീഷ്ണതയൊക്കെ ഈശോയും അമ്മയും എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. തന്നെയുമല്ല, കുടുംബം തന്നെ ഉടമ്പടിയിലാണ്. ഹസ്ബൻഡും വൈഫും മകന് പുറത്ത് പഠിക്കുകയാണ്. BDS പഠിക്കുന്ന മകനെ കോൺഫറൻസ് കോളിൽ വിളിച്ച് വീഡിയോയിൽ അവരൊന്നിച്ച് അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുന്നത്, ഒരു കുടുംബം ഏകതയിൽ ഒന്നിച്ച് നിന്ന് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹവും കൃപയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ഉണർവ് ലഭിച്ചത് ഉടമ്പടിയിൽ വന്നതിന് ശേഷമെന്നാണ് ധന്യ നമ്മളോട് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ക്ഷീണിതരെ ശക്തിപ്പെടുത്തുന്ന ആ ദൈവത്തെ അടുത്തറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവം ഉടമ്പടിയിൽ നമുക്കും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപാസനം അമ്മ, ദുഃഖിതരുടെ അമ്മ, സഞ്ചാരി മാതാവ്, കഷ്ടതയിൽ ആശ്വാസം നൽകുന്ന മാതാവാണ് നമ്മെ ഈശോയിലേക്ക് കരം പിടിച്ച് നയിക്കുന്നത്. അമ്മ നമ്മുടെ കരം പിടിച്ച് യേശുവിലേക്ക്, ആ യഥാർത്ഥ ആശ്വാസത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ വേദനകൾ അനുഗ്രഹങ്ങളായി മാറ്റപ്പെടട്ടെ എന്നും കണ്ണുനീർ സന്തോഷമായും ഭയം സമാധാനമായും ദുഃഖം ആശ്വാസമായും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തന്നെയാണ് നമ്മുടെ ആശ്വാസം, നമ്മുടെ ശക്തി, നമ്മുടെ പ്രത്യാശ എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. ധന്യയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.